ഗാസയിൽ ഹമാസ് കൈക്കലാക്കുന്ന മാനുഷിക സഹായം തടഞ്ഞ ഇസ്രായേൽ നടപടിയിൽ പ്രതിഷേധമറിയിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണിന് മറുപടിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരിക്കുകയാണ്. ലജ്ജാകരമെന്ന് നെതന്യാഹുവിന്റെ നയത്തെ അപലപിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇസ്രായേൽ രക്തരൂഷിതമായ ഭീകരപ്രവർത്തനങ്ങൾ നിരന്തരം നടത്തുന്ന ഭീകരർക്കൊപ്പമാണ് നിലകൊള്ളുന്നതെന്നും ഭീകരതയ്ക്ക് ഇസ്രായേൽ കീഴടങ്ങില്ലെന്നും നെതന്യാഹു മറുപടി നൽകി. ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാർ ചെയ്യുന്നത് അസ്വീകാര്യമാണ്. ഗാസയിൽ വെള്ളമില്ല, മരുന്നില്ല, പരിക്കേറ്റവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, ഡോക്ടർമാർക്ക് അകത്തേക്ക് കടക്കാൻ കഴിയില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ചെയ്യുന്നത് ലജ്ജാകരമാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ TF1 ടെലിവിഷനോട് പറഞ്ഞത് ഇപ്രകാരമാണ്. ഇസ്രായേൽ നിലപാട് സ്വീകാര്യമല്ല എന്നും ലജ്ജാകരമെന്നുമാണ് മാക്രോൺ അപലപിച്ചത്. ഇസ്രായേലിനെതിരെ ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ പരിഗണിക്കണമെന്നും മാക്രോൺ പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ നിലപാടിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നു. ഇസ്ലാമിക ഭീകര സംഘടനകൾക്കെതിരെ പോരാടുന്ന വെസ്റ്റേൺ ഡെമോക്രാറ്റിക് ക്യാമ്പിനെ പിന്തുണയ്ക്കുന്നതിനും ബന്ദികളെ മോചിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നതിനും പകരം മാക്രോൺ വീണ്ടും ഇസ്രായേൽ കീഴടങ്ങാനും ഹമാസിന്റെ രക്തദാഹത്തിന് കൂട്ടുനിൽക്കുന്നതായും തീവ്രവാദത്തിന് പിന്തുണ നൽകി സംസാരിക്കുന്നുവെന്നും നെതന്യാഹു കുറ്റപ്പെടുത്തി. ഭീകരർക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഇസ്രായേൽ നിർത്തില്ല, ഭീകരവാദത്തിന് വഴങ്ങുകയുമില്ലെന്ന് പ്രഖ്യാപിക്കുന്നതായും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഒക്ടോബർ 7-ന് ഇസ്രായേലിലെ നിരപരാധികൾക്കെതിരെ ഹമാസ് നടത്തിയ കൂട്ടക്കൊലയിൽ നിരവധി ഫ്രഞ്ച് പൗരന്മാരും കൊല്ലപ്പെടുകയും ഹമാസ് തട്ടിക്കൊണ്ടുപോയതായും ഇസ്രായേൽ നിലനിൽപ്പിനായുള്ള ബഹുമുഖ പോരാട്ടമാണ് നടത്തുന്നതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കുമെന്നും താൻ ഇക്കാര്യത്തിൽ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണെന്നും ഗാസ ഇനിമേൽ ഇസ്രായേലിന് ഭീഷണിയാകില്ലെന്നും നെതന്യാഹു തന്റെ മറുപടിയിൽ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.